വളരെ കിടിലനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അൾട്രാമാൻ റൈസിംഗ്. നെറ്റ്ഫ്ലിക്സിലാണ് പടം റിലീസ് ആയിട്ടുള്ളത്. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ ആൻഡ് മൂവി ആയിരിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആൻഡ് പടം റിലീസായി ഇന്ന് തന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ട് തോന്നി. കാരണം ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആനിമേഷൻ ആയാലും VFX ആയാലും ഈവൻ ആ സ്റ്റോറിയിലുള്ള പല ഇമോഷണൽ കണക്ഷൻസ് ആയാലും എല്ലാം ആ സ്റ്റോറിക്ക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വളരെ ക്ലീൻ ആയിട്ട് തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു അൾട്രാമാൻ ഫിലിം ഫ്രാഞ്ചൈസിലത്തെ 44th ഫിലിമാണ് ഈ സിനിമ. ആൻഡ് ഇത് പണ്ട് ഇപ്പൊ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ് പോഗോ പോലുള്ള ചാനലുകളൊക്കെ വെക്കുമ്പോൾ അതിൽ അൾട്രാമാൻ്റെ ഒരു ജാപ്പനീസ് സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. ആൻഡ് ഇതിലേക്ക് വന്നപ്പോൾ കൈജു എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ഈ അൾട്രാമാനും കൂടി കണക്ട് ചെയ്ത് ഒരു ഈവിൾ ഹീറോ ആ ഒരു ഫൈറ്റിംഗ് അല്ലാതെ വളരെ ഇമോഷണൽ ആയിട്ട് ഒരു ജേണിയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വളരെ യുണീക്ക് ആയിട്ട് തോന്നിയത്. കാരണം നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസിലത്തെ ഒരു പടം അല്ലെങ്കിൽ അതിങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ആ കുറെ ഈവിൾ ഫോഴ്സ് ഉണ്ടാവും, അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അൾട്രാമാന്റെ ക്യാരക്ടർ, അങ്ങനെയൊക്കെയാണ് തുടക്കമൊക്കെ തൊട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്നത്. ആൻഡ് ഒരു തന്റെ കരിയറിനെ കുറിച്ചിട്ട് യാതൊരു ബോധമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു ഹീറോ ക്യാരക്ടർ ആൻഡ് അതിനുശേഷം ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് പടം ഒരു വെറൈറ്റി ആയിട്ട് പിടിച്ചതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ആ ഒരു സ്റ്റോറിക്ക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പലയിടത്തും നല്ല രീതിയിൽ ടച്ച് ചെയ്തിട്ട് ആ സ്റ്റോറി ലൈൻ കടന്നുപോയി എന്നുള്ളതാണ്. അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈവൻ പടത്തിന്റെ എൻഡിങ് ആയാലും ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഓരോരോ സീക്വൻസ് ആയാലും ശരി, ഈവൻ ഫൈറ്റ് സീക്വൻസ് ആയാലും ശരി, അല്ലെങ്കിൽ ആ സ്റ്റോറിയിലുള്ള പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻ ആയാലും ശരി, അവരവിടെ ഉപയോഗിച്ചിട്ടുള്ള ക്വാളിറ്റി, അതായത് ഇപ്പൊ ആനിമേഷന്റെയും VFX-ന്റെയും ഒക്കെ അത്രത്തോളം ആ ഒരു സൂപ്പർ ആയിട്ട് അവർ പ്രസന്റ് ചെയ്യുന്നത് കിഡിലനായിട്ടുണ്ട്. ഈവൻ കളർ കോമ്പിനേഷൻസ് ആയാലും എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് ബ്ലെൻഡ് ഇൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കണ്ടുനോക്കുക. ഇവൻ എബ്രോഡൊക്കെ ഈ പടം സെലക്ടഡ് തിയേറ്റേഴ്സിൽ റിലീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പൊ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടുനോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ഈവൻ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. എന്തായാലും പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കാണുക.